ഹായ് നമസ്കാരം. ഞാൻ രതീഷ് തിരുമേനി, രതീഷ് സായി എന്നറിയപ്പെടും. നമ്മുടെ യൂട്യൂബ് ചാനലിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ കുണ്ടലിനി യോഗ എവിടെ കുടികൊള്ളുന്നു, അത് ഉണർത്തുമ്പോൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോ. നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ യോഗയും ധ്യാനവും എല്ലാം ഉൾപ്പെടുത്തിയുള്ളതാണ്. അഷ്ടാംഗ യോഗയിലൂടെ അല്ലാതെ ഒരാൾക്കും മോക്ഷമെത്താനോ കുണ്ടലിനി ശക്തി ഉണർത്താനോ ഒന്നും സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ യോഗയ്ക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, നമുക്കറിയാം കുണ്ടലിനി ശക്തി നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് കുണ്ടലിനി ശക്തി? പലരും തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്, ആരുടെയും പേര് പറയുന്നില്ല. മൂലാധാരത്തിൽ സിമെന്റ് ഇട്ട പോലെ ഉറച്ചു കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുക. സിമെന്റ് ഇട്ട പോലെ ഉറക്കാനൊന്നും കരവസ്തു ഒന്നുമല്ല, അങ്ങനെ ഉറങ്ങി കിടക്കുന്ന ഒന്നുമല്ല. ഭൂമിയിൽ ജനിച്ച് വീണ നാൾ തൊട്ട് അച്ഛനും അമ്മയും കാട്ടിക്കൊടുക്കുന്ന ഭൗതിക വസ്തുക്കളിലേക്ക് അവൻ്റെ ബോധം ലയിക്കുന്നതിനെയാണ് ഭൂമിയിൽ ഉറങ്ങിപ്പോയി എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയിൽ ഉറഞ്ഞു പോയ അല്ലെങ്കിൽ ഭൂമിയിൽ ആഴ്ന്നു പോയ എന്നാണ് അതിനർത്ഥം. ഭൂമി സംബന്ധമായിട്ടുള്ള ഭൗതിക വസ്തുക്കളിൽ ഇവൻ്റെ ബോധം ആകൃഷ്ടനായി അതിൽ തൻ്റേതാണെന്നുള്ള താൻ ശരീരമാകുന്ന തൻ്റേതാണെന്ന് എല്ലാം നേടിയെടുക്കാനുള്ള ആഗ്രഹവും ഇഷ്ടവും അതിൽ ഉറച്ചു പോവുക. അതുമായി ബന്ധപ്പെട്ട് അവൻ്റെ ബോധം ചിന്തിക്കുമ്പോഴാണ് ഭൂമിയിൽ ആണ്ടുപോയി അല്ലെങ്കിൽ ഉറഞ്ഞുപോയി എന്ന് പറയുന്നത്. ആ രീതിയിലാണ് ഇതിനെ കാണേണ്ടത്. ഇതൊരു എനർജി മണ്ഡലമാണ് നമ്മുടെ ബോധം എന്നുള്ളത്. അത് ഭൂമി തത്വത്തിൽ ഭൂമിയോട് അറ്റാച്ചായി കിടക്കുന്നു. അതിനെ പാതാളം എന്ന് പറയുന്നു. മൂലാധാരം എന്ന് പറഞ്ഞാൽ പാതാളമാണ്, ഭൂമിയായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൂലാധാരവർമ്മം ഭൂമിയായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പാതാളവാസിയായിരിക്കുന്ന നാം, അതായത് നരകകുണ്ടലം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നരകകുണ്ടലം, നരകത്തിലെ കുഴി എന്നാണ്. കുണ്ടലം എന്ന് പറഞ്ഞാൽ കുഴി എന്നാണ്. അതായത് പാതാളം, പാതാളത്തിൽ ആണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭൂമിയിൽ ആണ്ടിരിക്കുന്ന, ഭൂമിയിലാണല്ലോ പാതാളം എന്ന് ഉദ്ദേശിക്കുന്നത്. ഭൂമി ആണ്ടിരിക്കുന്ന നമ്മുടെ ശക്തി ഭൂമിയായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് എന്നർത്ഥം. ആ ഭൂമിയായിട്ട് ലയിച്ചിരിക്കുന്ന ആ നരകകുണ്ടലിൽ, നരകം ഭൂമി തന്നെയാണ്. ശരീരമില്ലാത്ത അവസ്ഥയിൽ ആത്മാവിൻ്റെ അവസ്ഥയാണ് ഭൂമിയിലെ നരകം എന്നുള്ളത്. അവന് ശരീരം കിട്ടുമ്പോഴാണ് സുഖവും ദുഃഖവും ഒരുമിച്ച് അനുഭവിക്കുന്നത്. അപ്പം സുഖം ലഭിക്കുന്നതിന് ശരീരം ആവശ്യമാണ്. ശരീരം നഷ്ടപ്പെടുന്നതിന് മനസ്സിൽ അവൻ്റെ ബോധത്തിലുണ്ടായിരുന്ന ദുഃഖം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതാണ് അതിൻ്റെ ഒരു തത്വം എന്നുള്ളത്. അപ്പോൾ ഭൂമിയിൽ ആണ്ടുപോയാൽ ഭൂമിയിൽ ലയിച്ചിരിക്കുന്ന ഭൗതിക ശരീരത്തോട് ലയിച്ചിരിക്കുന്ന ആ തൻ്റെ ശക്തിയെ തിരിച്ച് ശിവനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ശിവൻ എന്ന് പറഞ്ഞ ആത്മാവാണ്. ആത്മാവും ശക്തിയും ഒന്നായിരിക്കുമ്പോഴാണ് ശിവശക്തി ഐക്യസ്വരൂപം എന്ന് പറയുന്നത്. ആത്മാവിന് ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ബ്രഹ്മത്തിലെത്താൻ കഴിയുള്ളൂ. ആത്മാവിന് ശക്തി ഭൂമിയിൽ ആണ്ടുപോയി. ആ ഭൂമിയിൽ ആണ്ടുപോയിരിക്കുന്ന ആത്മാവ് അത് ശരീരം വിടുമ്പോൾ ശക്തി ഇല്ലാതായി അലയുന്നതാണ് നരകതുല്യമായ അവസ്ഥ എന്നുള്ളത്. തൻ്റെ ശക്തി ഭൂമിയിൽ നരകത്തിൽ വ്യാപിച്ചിരിക്കുമ്പോൾ ആത്മാവിന് മോക്ഷമില്ല. ആത്മാവിന് മോക്ഷം വേണമെങ്കിൽ നരകത്തിൽ വ്യാപിച്ചിരിക്കുന്ന തൻ്റെ ബോധം ആത്മാവിലേക്കാണ്. അതാണ് ശിവനും പാർവതി എന്ന സങ്കല്പം. ശക്തി എന്ന് പറഞ്ഞാൽ പാർവതി, ശിവ എന്ന് പറഞ്ഞ ആത്മാവ്. ഇത് രണ്ടും ഒന്നിച്ച് ചേരുമ്പോഴാണ് ശക്തി പ്രാപിക്കുന്നത്. ഇല്ലെങ്കിൽ ശിവനും ശവമായി മാറുമെന്ന് കേട്ടിട്ടില്ലേ? ശിവൻ ശരീരത്തിലിരിക്കുമ്പോൾ ശക്തി ഇല്ലെങ്കിൽ ശവമാണ് എന്ന് പറഞ്ഞാൽ മരണം സംഭവിക്കും. എന്നാൽ ശക്തി ശിവനിൽ ലയിക്കുമ്പോൾ അത് ചിരഞ്ജീവിയാണ്, മരണമില്ലാത്ത അവസ്ഥയാണ്. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പൊരുൾ. നമുക്ക് നോക്കാം. സുഷുമ്നാ നാഡിയിൽ കുണ്ടലത്തിൽ ഉറങ്ങിക്കിടക്കുന്നതാണ് കുണ്ടലിനി. കുണ്ടലിനി എന്ന് പറഞ്ഞാൽ, കുണ്ടം എന്ന് പറഞ്ഞാൽ കുഴിയിലുള്ളവൾ എന്നാണ് അർത്ഥം. ശൂലിനി എന്ന് പറഞ്ഞാൽ ശൂലം ധരിച്ചവൾ എന്നാണ്, അല്ലെങ്കിൽ ശൂലമുള്ളവൾ എന്നാണ്. കുണ്ടലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കടുക്കയിട്ട കമ്മലല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, അത് കുണ്ടലം വേറെയാണ്. ചുറ്റിത്തിരിഞ്ഞിരിക്കുന്ന, കുഴിയിൽ ചുറ്റിത്തിരിഞ്ഞ് വളഞ്ഞു കിടക്കുന്നത് എന്നാണ് കുണ്ടലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുണ്ടലിനി എന്ന് പറഞ്ഞാൽ കുഴിയിൽ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ആഴ്ന്ന്, അതായത് മൂലാധാരത്തിൽ ആഴ്ന്ന് കിടക്കുന്ന, ഭൂമിയായി ബന്ധപ്പെട്ടിരിക്കുന്ന ശക്തി ഉള്ളവൾ, അതാണ് കുണ്ടലിനി. അതൊരു ശക്തിയാണ്, അതാണ് കുണ്ടലിനി ശക്തി. ആ ശക്തിയെ ദേവീ സങ്കല്പമായിട്ടാണ് നമ്മൾ കാണുക, ശിവനെ ആത്മസങ്കല്പമായിട്ടുമാണ് കാണുക. ഇവ രണ്ടും ഒന്നാണ്, അതിന് രണ്ടായി പിരിഞ്ഞിരിക്കുന്നു. അതാണ് നമ്മുടെ പുരാണങ്ങളിൽ ശിവൻ പാർവതി ശിവനിൽ നിന്നും വേർപെട്ട് ഭൂമിയിൽ കിടന്ന് അലിയുന്നു, ശിവൻ അന്വേഷിച്ചിറങ്ങി. ഇതൊക്കെ കഥ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സിംഗ് ആണ്. അത് അതിലൂടെ സഞ്ചരിക്കാതെ നമ്മുടെ ഉള്ളിലൂടെ സഞ്ചരിച്ച് അതിനെ എത്തിക്കുകയാണ് വേണ്ടത്. നമുക്ക് നോക്കാം. മൂലാധാര ചക്രത്തിൻ്റെ മധ്യഭാഗത്തായി സുഷുമ്നാ നാഡിയുടെ അടിയിലായി സ്വയംഭൂ ലിംഗത്തിന് 3.5 ചുറ്റായിരിക്കുന്നതാണ് കുണ്ടലിനി ശക്തി. ഇവിടെയാണ് നമ്മുടെ ശരീരത്തിലെ 70,000-ത്തോളം നാഡീഞരമ്പുകളും ആക്റ്റീവായി നിൽക്കുന്നത്. ഊർജം അതിലൂടെയാണ് പ്രാണസഞ്ചാരം നടക്കുന്നത്. പ്രാണൻ അതിലൂടെയാണ് എല്ലാ നാഡികളിലേക്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. സുഷുമ്നാ നാഡിയിൽ മൂലാധാരത്തിൽ ത്രികോണ മധ്യത്തിൽ ഒരു പക്ഷിയുടെ മുട്ടയുടെ വലിപ്പത്തിൽ 3 അടിയോളം നീളത്തിൽ വ്യാപിച്ചിരിക്കുന്നു ഈ സ്ഥാനം കുടികൊള്ളുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം 3 അടി വലിപ്പം എന്ന് പറഞ്ഞാൽ എത്ര വരും എന്നുള്ളത്. ഇതൊരു 6 ഇഞ്ചാണ്.
12 ഇഞ്ച് ഒരടി. അപ്പോൾ 3 അടി. അപ്പം നമ്മുടെ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്ന ശരീരമല്ല കുണ്ടലിനി ശക്തി ഇരിക്കുന്ന ഇരിപ്പിടം ശരീരാവയവത്തിലല്ല, ഊർജ്ജമണ്ഡലമാണ്. ഊർജ്ജമണ്ഡലത്തിൽ ശിവലിംഗം പോലെ ഒരു കോഴിമുട്ടയുടെ ആകൃതിയിലുള്ള ഒരു സ്പേസാണ്. അവിടെ 3.5 ചുറ്റാട്ടിരിക്കുന്നു കുണ്ടലിനി ശക്തി എന്നാണ്. അവിടെയാണ് നമ്മുടെ നാഡീഞരമ്പുകൾ, സൂക്ഷ്മമായ നാഡീഞരമ്പുകൾ, ഞരമ്പ് ഉദ്ദേശിച്ച രക്തം ഓടുന്ന ഞരമ്പല്ല, സൂക്ഷ്മമായ പ്രാണം സഞ്ചരിക്കുന്ന നാഡീഞരമ്പുകൾ വന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന അവിടെയാണ്. അവിടെ നിന്നാണ് നമ്മുടെ ശക്തിയെ ശിവനിലേക്ക് എത്തിക്കേണ്ടത്. കുണ്ടലിനി ശക്തിയെ ഉണർത്തുന്നതിന് മുമ്പ് നാഡീവ്യവസ്ഥയെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അതിന് നാഡീശുദ്ധി പ്രാണായാമം, അനുലോമ വിലോമ പ്രാണായാമം, ചന്ദ്രനാഡി സൂര്യനാഡി പ്രാണായാമം തുടങ്ങിയ നിരവധി പ്രാണായാമങ്ങൾ അനിവാര്യമാണ്. അതിന് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടതുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. ഇതിനോടൊപ്പം തന്നെ യോഗയും കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഇനേബിൾ ആക്കി വെക്കുക. എങ്കിൽ അടുത്തുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓം നമഃ ശിവായ. ഓം ശാന്തി.